സ്റ്റൈനറാണ്. എന്ന് വെച്ചാൽ ഓയിൽ പമ്പ് ചെയ്ത് ഇതുവഴിയാണ് കയറ്റി ഈ ഒരു ഓയിൽ പമ്പ് വഴി പ്രഷർ ചെയ്ത് അകത്തോട്ട് വലിച്ച് ഹെഡിലോട്ട് കൊടുക്കുന്നത്, എല്ലാ ഭാഗത്തോട്ട് എത്തിക്കുന്നത് ഇതുവഴിയാണ്, ഓയിൽ സ്റ്റെയിനർ വഴിയാണ് കേട്ടോ. അത് നമ്മൾ റിങ് വെച്ച് പാശ വെച്ച് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് PCV ആണ്. PCVയുടെ കേസ് സ്റ്റെയിനിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അത് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ സൈഡും ആരോ മാർക്ക് സെയിം ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗൈഡ് 2 ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ എന്ന് വെച്ചാൽ ഈ ഒരു സ്പ്രോക്കറ്റിൽ ചെയിൻ ഗാഡി ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അതും സെയിം ആയിരിക്കണം. അപ്പോൾ 3ഉം ഓക്കെയാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എഞ്ചിനൊന്ന് കറക്കി നോക്കണം. ഇത് കറക്കി നോക്കുമ്പോൾ ഈ മാർക്കിങ് മാറും, പക്ഷേ ടൈമിങ് മാറത്തില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മാരുതി സുസുക്കി ആൾട്ടോ കേട്ടനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് ഞാൻ മുമ്പ് ഇട്ടായിരുന്നു, എഞ്ചിൻ വർക്ക് പാർട്ട് 1 എന്ന് പറഞ്ഞ്. സംഭവം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് എഞ്ചിൻ ഹെഡ് ഗ്യാസ്കറ്റ് പോയി, ഹെഡ് ലേത്തി കൊടുത്ത് നമ്മൾ ഫേസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എല്ലാം എടുത്തു. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ലേത്തി കൊടുത്ത് നമ്മളെല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സെറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഹെഡായിരുന്നു മെയിനായിട്ടുള്ള വിഷയം. 3 സിലിണ്ടർ K സീരീസ് വാഹനമാണ് കേട്ടോ. K സീരീസ് എഞ്ചിനാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഹെഡായിരുന്നു മെയിനായിട്ടുള്ള വിഷയം. ഹെഡിൻ്റെ ഫേസിങ് കട്ടായിപ്പോയി, ഗ്യാസ്കറ്റ് കട്ടായി പോയതാണ്. എഞ്ചിൻ ഓയിലിൽ കൂളൻ്റ് വാട്ടർ മിക്സ് ആകുന്നു എന്നുള്ള വിഷയമായിരുന്നു ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ അതിൻ്റെ കംപ്രഷനെല്ലാം ഔട്ടായി, വണ്ടി സ്റ്റാർട്ടാവാത്ത കണ്ടീഷനും ആയിരുന്നു. അങ്ങനെ നമ്മൾ ലേത്തി കൊടുത്തു, ഇതെല്ലാം അടിപൊളിയായിട്ട് ഫേസ് ചെയ്തെടുത്തു. വാൽവുകളുമെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ വാൽവ് സീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, 2 ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്, എക്സോസ്റ്റും ഇല്ലറ്റുമായിട്ട് 2 ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വാഹനത്തിൽ എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്ക് അന്ന് വിഷയം നമ്മൾ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. പിന്നെ ഹെഡ് ലേത്തിൽ നാൾ വന്നപ്പോൾ ചെറിയൊരു കുഴിവുണ്ടെന്ന് പറഞ്ഞു സിലിണ്ടറിൽ. അങ്ങനെ നമ്മൾ എഞ്ചിനും കൊടുത്തു, ഇളക്കി എല്ലാം പൊളിച്ച് കൊടുത്തായിരുന്നു ലേത്തിൽ. പിസ്റ്റണൊന്നും ഇളക്കിയിട്ടില്ല. നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ ഫേസിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തു, എല്ലാം ക്ലീൻ ചെയ്ത് പുതിയതുപോലാക്കി ഫേസിംഗ് കറക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പുതിയ ഗ്യാസ്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അടുത്ത കുറേ നാളത്തേക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാതെ ഇരിക്കും. പക്ഷേ നിങ്ങളെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും, എങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ സിലിണ്ടർ അടക്കം ചെയ്തു കൂടിയെന്ന് ചോദിക്കും. പക്ഷേ കസ്റ്റമറിൻ്റെ അനുവാദവും കസ്റ്റമറിൻ്റെ ബഡ്ജറ്റും നോക്കിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ പിസ്റ്റനും ഓയിൽ കത്തക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിസ്റ്റനും കംപ്ലൈൻ്റ് ഇല്ല, പിസ്റ്റൺ റിങ്സ് കംപ്ലൈൻ്റ് ഇല്ല. ഈ ഒരു വിഷയം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റും കൂടെ നമ്മൾ നോക്കി ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സിലിണ്ടർ ബ്ലോക്കും അതുപോലെ തന്നെ ഈ ഒരു ഹെഡും ഫേസ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ റിയർ ക്രാങ്ക് ഓയിൽ സീലും മാറി, ഫ്രണ്ട് ക്രാങ്ക് ഓയിൽ സീലും പഴയ ടൈമിംഗ് ചെയിനൊക്കെ ഇടണം കേട്ടോ. ടൈമിംഗ് ചെയിനൊന്നും വേറെ വലിയ വിഷയമില്ല, വലിഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പാക്കിങ്ങുകളെല്ലാം മാറി ഹെഡ് ഗ്യാസ്കറ്റും പുതിയത് സെറ്റ് ചെയ്ത് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആൾട്ടോ കേട്ടണിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വന്ന് റേഡിയേറ്റർ എല്ലാം ബ്ലോക്കായി കേട്ടോ. അങ്ങനെ റേഡിയേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ റേഡിയേറ്റർ എല്ലാം ക്ലീൻ ചെയ്ത് റേഡിയേറ്റർ കടയിൽ കൊടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമിംഗ് കവറും ടൈമിങ്ങും ക്രാങ്കേഴ്സും ഹെഡ് ഗ്യാസ്കറ്റും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ക്ലച്ച് ഫ്ലൈ വീൽ എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കിനി ഹെഡ് ഇട്ട് മുടുക്കണം. എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ഹെഡിൻ്റെ ബോൾട്ടുകളും പുതിയ ഗ്യാസ്കറ്റ് എല്ലാം നമ്മൾ ജനുവിനാണ് എടുത്തിട്ടുള്ളത്. മാരുതി സുസുക്കി ജനുവിനാണ്. ഇതിലൊരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിംഗ് കറക്റ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാം കറക്റ്റ് ചെയ്ത് 3 സിലിണ്ടർ വാഹനമാണ്. അപ്പോൾ ഇതിൽ ടൈമിംഗ് ചെയിൻ വഴി വർക്ക് ചെയ്യുന്നതുകൊണ്ട് സൈലൻറ്റ് നോയ്സ് ആയിരിക്കും. അധികം പെട്ടെന്നൊന്നും മാറേണ്ട കാര്യമില്ല. പെട്രോൾ വണ്ടിയിൽ വലിയ ലോഡ് വരുന്നില്ല പെട്രോൾ ടൈമിംഗ് ചെയിനിലേക്ക്. അപ്പോൾ ടൈമിംഗ് ചെയിനൊക്കെ മാറണമെന്നായിരുന്നു. പക്ഷേ ഇത് വലുതായിട്ട് ഓടാത്തൊരു വാഹനമാണ്. ഏകദേശം ഒരു 50,000 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. കൂളൻ്റ് വാട്ടർ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ വന്ന് ഇതുപോലെ പ്രോബ്ലങ്ങളുണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ നിങ്ങൾ കെയർ ചെയ്ത് ഓടുക, കൂളൻ്റും എഞ്ചിൻ ഓയിലും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടുക. ടെമ്പറേച്ചർ കത്തിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് വടിയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണി കിട്ടും. പിന്നെ ടൈമിംഗ് ചെയിനൊക്കെ മാറണം എന്നുള്ളതാണ് ഇത്രയും പൊളിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ വലുതായിട്ട് ഓടാത്തത് കൊണ്ട് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2 ലക്ഷം കിലോമീറ്ററൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു എനിക്ക് കുറച്ച് സാമ്പത്തിക മോശമുണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്ത് കുറച്ച് നാളല്ല അധികം കുറേ രീതിക്ക് വലിയ കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് സിലിണ്ടർ ബ്ലോക്കും കൂടി ഇളക്കി നമ്മൾ കൊടുത്തത്. ഹെഡ് ഗ്യാസ്കറ്റും മാറി വിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഹെഡ് സെറ്റ് ചെയ്യണം. കറക്റ്റ് ടൈമിങ്ങിൽ വെച്ചതിന് ശേഷം ഹെഡ് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ എക്സോസ്റ്റ് മാനിഫോൾഡ്, ഇല്ലറ്റ് മാനിഫോൾഡ്, ഇഞ്ചക്ടർ, ക്യാമുകൾ, ടൈമിംഗ് ചെയിന്, ക്രാങ്കിൻ്റെ ഫ്രണ്ട് ടൈമിംഗ് കവറുണ്ട്, ഇതായി കാണുന്ന കവറുണ്ടോ, അതെല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണം.
ആ കവറിൽ ഓയിൽ സീലൊക്കെ വരുന്നുണ്ട്. ഓൾട്ടർനേറ്റർ, എക്സോസ്റ്റ് മാനിഫോൾഡ്, കാറ്റലിറ്റിക് കൺവെർട്ടർ, ക്രാങ്കേഴ്സ്, എഞ്ചിൻ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ വാട്ടർ പമ്പ് പുള്ളി, എഞ്ചിൻ പുള്ളി, ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. കുറേ ഓറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗിയർ ബോക്സ് ഇളക്കി വെച്ചിട്ടുണ്ട്. ആ ഗിയർ ബോക്സിൽ നമ്മൾ ക്ലച്ചൊക്കെ പഴയതായിരിക്കും, അതുപോലെ തന്നെ ഫ്ലൈ വീലെല്ലാം പഴയതായിരിക്കും. പിന്നെ പിസ്റ്റനും കാര്യങ്ങളും ഷേക്കോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാക്കിൽ വരുമ്പോൾ ഇതിൽ ക്രാങ്ക് മുന്നോട്ടും ബാക്കിലോട്ട് ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ലെയ്ത്തിൽ പരിഹരിച്ചായിരുന്നു. ത്രസ്റ്റ് വാഷർ, ഇതിൻ്റെ ഇടയിൽ ത്രസ്റ്റ് വാഷർ ഇട്ട് കറക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്രാങ്ക് ഷേക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ന്യൂട്രലിൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് വണ്ടി ക്ലച്ച് ചവിട്ടാത്തപ്പോൾ, ക്ലച്ച് ന്യൂട്രാക്കി കിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവും, ഈ ക്രാങ്ക് അടി ഉണ്ടാവും മുന്നോട്ടും ബാക്കിലോട്ടും. അതൊക്കെ നമ്മൾ പരിഹരിച്ചു, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബെയറിംഗ് ഒന്നും കംപ്ലൈൻറ്റ് ഇല്ല, ബെയറിംഗ് എല്ലാം പക്കയായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ കൈകൊണ്ട് കറക്കം തന്നെ നല്ല ഫ്രീ ആണ് കേട്ടോ, എഞ്ചിനൊക്കെ നല്ല ഫ്രീ ആണ്, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ഇതാണ് കണക്റ്റഡ് റോഡ്. ഇത് ക്രാങ്ക് സെൻസർ പിടിക്കാനുള്ള ഗിയറാണിത്, പല്ലുകൾ എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. ടൈമിങ് പക്കയായിരിക്കണം. അതുപോലെ തന്നെ ഇത് സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെൻസർ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്, അത് കൊടുക്കണം. ഇത് വാട്ടർ പമ്പ് വേറെ വിഷയമില്ല, വാട്ടർ പമ്പ് ഇടയ്ക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പശയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളല്ല ചെയ്തത്, വേറെ വർക്ക്ഷോപ്പിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കറങ്ങുന്നത്, ഹൈ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് കറക്കുമ്പോൾ ഉള്ളതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് മുടുക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് ഹെഡ് ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഗ്യാസ്കറ്റ് പഴയതാണതായി കാണുന്നത്. ഗ്യാസ്കറ്റ് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടാണ് ഗ്യാസ്കറ്റ് കട്ടായി പോയത്. കട്ടായി പോകുമ്പോൾ ഇതിലുള്ള സിലിണ്ടറിലുള്ള വാട്ടറും കൂളൻറ്റും കൂടെ മിക്സ് ആവും, ഓവർ ഹീറ്റാവും. പിന്നെ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കണക്റ്റായിക്കൊണ്ട് ഇരിക്കുന്നതാണ് ഈ ഒരു ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ ജോലി. ഗ്യാസ് ടൈറ്റാക്കി നിർത്തുക എന്നുള്ള ഒരു ജോലിയാണ് ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇവിടെ ഉണ്ട്, കട്ടായി കിടക്കുകയാണ്. കണ്ടോ, പഴയ ഗ്യാസ്കറ്റാണ്. ഈ പഴയ വീഡിയോ പാർട്ട് 1 കാണാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത്. ഗ്യാസ്കറ്റ് കട്ടായി കിടക്കണുണ്ടോ, കണ്ടോ. അപ്പോൾ ഇത് കട്ടായി കഴിഞ്ഞാൽ ഗ്യാസ് ടൈറ്റ് ആവത്തില്ല, കംപ്രഷൻ ഔട്ടാവും. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലും കൂളൻറ്റും കൂടെ മിക്സ് ആവും, നേരെ തിരിച്ചും ഓപ്പോസിറ്റ് ആവും. ഈ ഗ്യാസ്കറ്റാണ് എല്ലാം നിയന്ത്രിക്കുന്നത് കേട്ടോ. ഈ ഒരു കറക്റ്റ് കംപ്രഷൻ എന്ന് വെച്ചാൽ പെട്രോൾ വരുന്ന വാഹനത്തിനും ഡീസൽ വരുന്ന വാഹനത്തിനും കംപ്രഷൻ കറക്റ്റ് ആയാൽ മാത്രമേ ഫയറിങ് കറക്റ്റ് ആകത്തുള്ളൂ, വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഈ ഒരു ഗ്യാസ്കറ്റ് കട്ടാകുമ്പോഴാണ് ഈ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ മാരുതി സുസുക്കിയുടെ ജെനുവിനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 735 രൂപ വിലയുണ്ട്. ഈ ഒരു വാഹനം കെ സീരീസ് വരുന്ന 3 സിലിണ്ടർ വാഹനത്തിന് എല്ലാം സെയിമാണ്. എ സ്റ്റാർ, ആൾട്ടോ കേട്ടൺ, സെലേറിയോ, എക്സ്പ്രസോ, അതുപോലെ തന്നെ സെൻ എസ്റ്റിലോ, വാഗനർ, കെ സീരീസ്, ഇതെല്ലാം വാഹനത്തിന് സെയിം എഞ്ചിനാണ്, സെയിം ഗ്യാസ്കറ്റാണ് കേട്ടോ. ഗിയർ ബോക്സ്, അതുപോലെ തന്നെ ഹെഡ്, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഗ്യാസ്കറ്റ് ടോപ്പ് നോക്കി കറക്റ്റ് ചെയ്ത് ഗ്യാസ്കറ്റും സെറ്റ് ചെയ്ത് ഹെഡും കൂടി സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും കേട്ടോ. ഇതാണ് കേട്ടോ ഹെഡിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഏകദേശം ഒരു മില്ലിംഗ് ത്രെഡാണ് വരുന്നത് കേട്ടോ, മില്ലിംഗ് പട്ടമാണ് വരുന്നത്. മില്ലിംഗ് ബോക്സ് 10ൻ്റെ ബോക്സ് എടുത്ത് വെച്ചാണ് നമ്മളിത് ടൈറ്റ് ചെയ്യേണ്ടത്. ഏത് ഹെഡിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്താലും ഒരു ടോർക്കുണ്ട്, ടോർക്കിനനുസരിച്ച് വേണം നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ ഒരു ബോക്സ് വെച്ച് നമുക്ക് എല്ലാ ബോൾട്ടും നമുക്ക് ഒരുപോലെ ടൈറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലവർ ഇത് മറന്നു പോകും ഇളക്കിയിട്ട്. ഇതായി കാണുന്ന ബോൾട്ട് കണ്ടോ, ഇതെല്ലാം മില്ലിംഗ് ബോൾട്ടും. അതുപോലെ തന്നെ ഒരു ബോൾട്ട് മാത്രം സൈഡിൽ 12ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഇത് മറന്നുപോയി കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ ഇറങ്ങി പിന്നെ പാടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്യണം കേട്ടോ. ഈ ഒരു ബോൾട്ട് ഇട്ട് ഹെഡിൻ്റെ ബോൾട്ട് ഇതും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാരും മറന്നു പോകരുത് എന്നാണ് പറയേണ്ട ഒരു കാര്യം. എല്ലാ ഹെഡിൻ്റെ ബോൾട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇത് വേറെ ബോൾട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോൾട്ട്. ഇതിലേക്കൂടെ ഓയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും. അപ്പോൾ ഇത് എല്ലാ ബോൾട്ടും കറക്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിൽ ക്യാം സെറ്റ് ചെയ്യേണ്ടത്. ക്യാമിൻ്റെ അതേ വഴിയിലാണ് ഹെഡിൻ്റെ ബോൾട്ട് വരുന്നത്. ക്യാം നമ്മൾ ലെയ്ത്തിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ടാപ്പറ്റ്, ഇതാണ് കേട്ടോ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടാപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാറിപ്പോകരുത്. ഇത് ഓരോ തിക്നെസ് ഉണ്ട്. തിക്നെസ് മാറി കഴിഞ്ഞാൽ വാൽവ് അഡ്ജസ്റ്റിങ് കറക്റ്റ് ആകത്തില്ല. അപ്പോൾ ഇത് കറക്റ്റ് ലൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന അതേ പൊസിഷൻ രീതിയിലാണ് നമുക്കിപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ 12 വാൽവുകളുണ്ട്, 12 ടാപ്പറ്റും ഉണ്ട് കേട്ടോ. ടാപ്പറ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ടൈമിങ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ക്യാം ഷാഫ്റ്റ് 2 നമ്മൾ സെറ്റ് ചെയ്ത് ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്തു. ഇനിയാണ് നമുക്ക് ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്യേണ്ടത്. ടൈമിങ്ങിൽ ഒരു മാർക്കിംഗ് ഉണ്ട്. ഈ കാണുന്ന ആരോ മാർക്ക് ഉണ്ടോ, ആരോ മാർക്ക് മുകളിലോട്ട് വരണം, 2 ആരോ മാർക്ക്. ചെയിനിലും കൂടെ മാർക്കുള്ളതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ല, കറക്റ്റാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ക്രാങ്കിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞത് ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡോട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ. ഈ ഗിയർ കറങ്ങണമെങ്കിൽ ഈ ഒരു കീ വേണം. ഈ കീ സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വെട്ട് കണ്ടോ, ഈ ഒരു വെട്ടിനകത്ത് കറക്റ്റായിട്ട് ഈ ഒരു ഓക്കെ. അപ്പം ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രോക്കറ്റായി, ക്രാങ്കിൻ്റെ സ്പ്രോക്കറ്റ് ആയിട്ടുണ്ട്, ക്യാമിൻ്റെ 2 സ്പ്രോക്കറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിന്, ഗൈഡ്, അഡ്ജസ്റ്റർ, ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും ഈ ഒരു ക്രാങ്കിൻ്റെ ഈ ഒരു ഡോട്ടും കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഡോട്ടിൽ നമുക്ക് ടൈമിംഗ് ചെയിൻ്റെ ലോക്ക് വരും കേട്ടോ. അതും ഇതുമായിട്ട് എല്ലാ ലോക്കും സിങ്ക് ആവും.
അങ്ങനെ നമ്മളിപ്പോൾ ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്തായിരുന്നു. ടൈമിങ് കറക്റ്റ് ആയിട്ടുണ്ട്. ടൈമിംഗ് ചെയിന് വലിയ കുഴപ്പമില്ല, 2 ലെയർ വരുന്നതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. വലുതായിട്ട് വലിഞ്ഞിട്ടില്ല, വലിയ കിലോമീറ്റർ ഓടിയിട്ടില്ല. അഡ്ജസ്റ്ററും വേറെ പ്രോബ്ലം ഒന്നുമില്ല, അഡ്ജസ്റ്റർ സെറ്റ് ചെയ്തു. അതിൻ്റെ ടൈമിംഗ് ഒന്നുകൂടി പറയാം എങ്ങനെയാണെന്ന്. അപ്പോൾ ടൈമിംഗ് ഇത് ഇൻടേക്ക് മാനിഫോൾഡ് ഇൻടേക്ക് എക്സോസ്റ്റ് വാൽവിൻ്റേതും അതുപോലെ തന്നെ ഇൻടേക്ക് വാൽവിൻ്റേതും ക്യാം ഷാഫ്റ്റാണ്. ക്യാം ഷാഫ്റ്റിൻ്റെ ടൈമിംഗ് ഇതാണ്. ഇതിൽ ചെയിനിലൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അത് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ സൈഡും ആരോ മാർക്ക് സെയിം ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗൈഡ് 2 ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ എന്ന് വെച്ചാൽ ഈ ഒരു സ്പ്രോക്കറ്റിൽ ചെയിൻ ഗാഡി ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അതും സെയിം ആയിരിക്കണം. അപ്പോൾ 3ഉം ഓക്കെയാണ്. ഇനി അഡ്ജസ്റ്റും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എഞ്ചിനൊന്ന് കറക്കി നോക്കണം. ഇത് കറക്കി നോക്കുമ്പോൾ ഈ മാർക്കിങ് മാറും, പക്ഷേ ടൈമിങ് മാറത്തില്ല. ഇത് ഒരുപാട് ഒരു 10-20 കറക്കം കറങ്ങിയാൽ ഇത് വീണ്ടും ടൈമിങ് ഈ മാർക്കിങ്ങിലോട്ട് വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഓരോ പല്ലിനനുസരിച്ചായിരിക്കും അത് മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ടൈമിങ് മാറത്തില്ല, ടൈമിങ് പക്കയായിരിക്കും. ഇനി ഇതിൽ നമ്മൾ കറക്കി നോക്കി എന്തെങ്കിലും വാൽവ് ഇടിക്കുന്നുണ്ടോ, വാൽവ് എന്തെങ്കിലും വിഷയമുണ്ടോ, ടൈമിങ് മാറ്റമുണ്ടോ എന്നൊക്കെ വീണ്ടും നമ്മൾ കറക്കി നോക്കി സെറ്റ് ചെയ്യണം. ഇനിയാണ് നമുക്കിതിൽ ടൈമിംഗ് കവർ വരുന്നുണ്ട്. ടൈമിംഗ് കവറിലാണ് ഓയിൽ പമ്പും കാര്യങ്ങളും വരുന്നത്. സ്വിഫ്റ്റിൽ വരുമ്പോൾ തന്നെ ഓയിൽ പമ്പ് എല്ലാം സെറ്റ് ചെയ്ത് ടൈമിംഗ് കവർ സെറ്റ് ചെയ്തിട്ട് ശേഷമാണ് നമുക്ക് ഗിയർ ബോക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത്. ടൈമിംഗ് കവറും ആയിട്ടുണ്ട്, അതുപോലെ തന്നെ AC-യുടെ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ബോൾട്ടുകളും ഒരുപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഓയിൽ സീൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും സീലുകൾ മാറിപ്പോകണം നല്ലതായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇളക്കുന്നത് ചടങ്ങാണ്. അപ്പോൾ ഓയിൽ സീലെല്ലാം മാറി നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓയിൽ സ്റ്റൈനറാണ്, എന്ന് വെച്ചാൽ ഓയിൽ പമ്പ് ചെയ്ത് ഇതുവഴിയാണ് കയറ്റി ഈ ഒരു ഓയിൽ പമ്പ് വഴി പ്രഷർ ചെയ്ത് അകത്തോട്ട് വലിച്ച് ഹെഡിലോട്ട് കൊടുക്കുന്നത്, എല്ലാ ഭാഗത്തോട്ട് എത്തിക്കുന്നത് ഇതുവഴിയാണ്, ഓയിൽ സ്റ്റെയിനർ വഴിയാണ് കേട്ടോ. അത് നമ്മൾ റിങ് വെച്ച് പാശ വെച്ച് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് PCV ആണ്, PCV-യുടെ കേസിംഗ് ആണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് പ്രൊഡ്യൂസ് ആവാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കവറിങ് ഇട്ടിട്ടുണ്ട്. ഇനി ക്രാങ്കേഴ്സ് ക്ലീനിങ് ആണ്, ക്രാങ്കേഴ്സ് സെറ്റ് ചെയ്യണം. എല്ലാ ബോൾട്ടുകളും ഇനി ക്രാങ്കേഴ്സും സെറ്റ് ചെയ്തതിന് ശേഷം എഞ്ചിൻ നൂത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലച്ചും ഗിയർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഹെഡിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതും സെറ്റ് ചെയ്തിട്ട് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം എഞ്ചിനെല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ടൈമിംഗ് കവറായി, അതുപോലെ തന്നെ വാൽവ് ഡോറായി, സ്പാർക്ക് പ്ലഗായി, 3 ഇഗ്നിഷൻ കോയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രോട്ടൽ ബോഡിയുടെ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. വാട്ടർ പമ്പ് പുള്ളി, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ, അതായി കാണുന്ന സ്റ്റാർട്ടർ മോട്ടർ ആയിട്ടുണ്ട്. ഗിയർ ബോക്സും ക്ലച്ചും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ തെർമോസ്റ്റാറ്റ് വാൽവ്, കാറ്റലിറ്റിക് കൺവെർട്ടർ, എക്സോസ്റ്റ് മാനിഫോൾഡ്, ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ്. ഇനി വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഇനി എഞ്ചിൻ ഇതിനകത്ത് കയറ്റിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിനുശേഷമാണ് നമ്മൾ റേഡിയേറ്റർ ക്ലീൻ ചെയ്ത റേഡിയേറ്ററൊക്കെ സെറ്റ് ചെയ്യേണ്ടത്, AC-യുടെ കംപ്രസറൊക്കെ പിടിപ്പിക്കേണ്ടത്. ഏകദേശം ഇപ്പോൾ ഒരു 90% വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞ് വയറിംഗ് ഒക്കെ കൊടുക്കണം. അങ്ങനെ നമ്മൾ എഞ്ചിനെല്ലാം ഫിക്സ് ചെയ്ത് വയറിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ബോഡിയെല്ലാം കൊടുത്തു, ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ 3 ലിറ്റർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഫിൽറ്ററിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്നതായിരിക്കും. അങ്ങനെ വേണം നമ്മൾ ഏത് വാഹനത്തിലും എഞ്ചിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 3 ലിറ്റർ ഓയിലായി, എയർ ഫിൽറ്ററായി, നമ്മൾ കൂളൻ്റ് ഒഴിച്ചിട്ടില്ല, വെറും വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ച കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഞ്ചിൻ പണിഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും കൂളൻ്റ് ലീക്കോ വെള്ളം ലീക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പരിഹരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഫാനൊക്കെ ഓണായി കുറച്ച് ഒരു 10-20 കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കസ്റ്റമറിന്. എന്തെങ്കിലും ലീക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർത്തിട്ട് വേണം നമുക്ക് കൂളൻ്റ് ആക്കി കൊടുക്കാനായിട്ട്. എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കൂളൻ്റ് ഒരു 2 ലിറ്റർ കൂളൻ്റ്, ബാക്കി ഡിസ്റ്റർ വാട്ടറൊക്കെ ഒഴിച്ച് കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ആക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിയർ ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്തോ. നമ്മൾ പെട്രോൾ ഒന്ന് ലോഡ് ചെയ്യണം. ഇതിൽ എയറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ലോഡ് ചെയ്തതിന് ശേഷം ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. കെട്ടി വലിച്ച് കൊണ്ടുവന്ന വാഹനമാണ്. ഒട്ടും സ്റ്റാർട്ടാവാത്ത രീതിയിലാണ്. ബാറ്ററിയൊക്കെ അവർ ചാർജ് ചെയ്ത് നോക്കി. അങ്ങനെ ഒരു ഗ്യാസ്കറ്റ് പോയി കംപ്രഷൻ ഇല്ലാതെ ഓവർ ഹീറ്റിംഗ് ആയ വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി വാഹനം 1 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിടണം, എഞ്ചിനെല്ലാം ഒന്ന് സീറ്റിംഗ് ആവാനും. അതുപോലെ തന്നെ ഇതിൽ ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കണം, അതുപോലെ തന്നെ കൂളൻ്റ് ലീക്ക് ഉണ്ടോ നോക്കണം, ആക്സിൽ ലീക്ക് ഉണ്ടോ നോക്കണം. എല്ലാ കാര്യങ്ങളും പരിഹരിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വാഹനം കസ്റ്റമറിന് കൊടുക്കാനായിട്ട്. ആൾട്ടോ കേട്ടൺ 2012 മോഡലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇതുപോലെ വർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കെയർ ചെയ്യണമെങ്കിൽ എഞ്ചിൻ ഓയിലും കൂളൻറ്റും കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. 1 വർഷ കാലാവധിയിൽ ഓടിയാലും ഇല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക. 2 വർഷ കാലാവധിയിൽ 20,000 കിലോമീറ്ററിൽ നിങ്ങൾ കൂളൻറ്റ് ചേഞ്ച് ചെയ്യുക. കൂളൻറ്റ് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്തൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂളൻറ്റ് വാട്ടറും എഞ്ചിൻ ഓയിലും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ എന്തെങ്കിലും മീറ്ററിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ഇതുപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണി കിട്ടും. ഇതുപോലെ പണി കിട്ടാതിരിക്കാനാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. നമ്മൾ ബെൽറ്റ് ഒന്നും മാറിയിട്ടില്ല. ബെൽറ്റ് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടൈമിംഗ് ചെയിൻ മാറിയില്ല. നമ്മൾ ഹെഡ് ഗ്യാസ്കറ്റ്, അതുപോലെ തന്നെ
ഇതിൻ്റെ കണക്റ്റിംഗ് റോഡ് അടി ഉണ്ടായിരുന്നു, ക്രാങ്ക് അടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ത്രസ്റ്റ് വാഷറൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാൾവ് എല്ലാം മാറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എഞ്ചിൻ സൈലൻറ്റ് സൗണ്ടാണ്, എല്ലാം ഓക്കെയാണ്. ഇനി പാർട്ട് 2 ആണ് കേട്ടോ ഇത്. നമ്മൾ പാർട്ട് 1 വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു എഞ്ചിൻ പൊളിച്ചതായിട്ട്. ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് പാർട്ട് 2. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് സൗണ്ടാണ് കേട്ടോ. റൈസ് ചെയ്തൊന്ന് കേൾപ്പിക്കാം. എല്ലാം ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ചാനൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.